പനി പടരുന്നുണ്ട്. ഇൻഫ്ലുവൻസ എ. എനിക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ച പനി തുടങ്ങിയതാണ്. ഒരു ഈവനിങ് പനി തുടങ്ങി, പനിച്ച് കിടന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഏതാണ്ട് എനിക്ക് ബോധം വെച്ച് എണീക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പലർക്കും പനി ആയിക്കഴിഞ്ഞു. ഈ പനി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേൽച്ച് നിൽക്കാനോ ഒന്നിനും നമുക്ക് പറ്റില്ല. കാരണം ഭയങ്കര മസിൽ പെയിനും എഴുന്നേറ്റ് നിന്നാൽ തന്നെ തലകറക്കവും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ മക്കൾക്ക് പനി വന്നാൽ 100ന് മുകളിലുള്ള പനി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മരുന്ന് കഴിച്ചാലും കുറയൊന്നുമില്ല. കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും അത്രയും തന്നെ പനി പിന്നെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ റണ്ണിങ് നോസ് ഉണ്ടായിരിക്കും. പിന്നെ നല്ല കടുത്ത ചുമയുണ്ടായിരിക്കും. ആ ചുമ ഒരു ടൈം വന്നു കഴിഞ്ഞ് പിന്നെ നമുക്ക് പനി ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഒന്ന് ശമനം വയ്ക്കുമ്പോൾ ഇതിനൊരു ഡ്രൈ കഫും കൂടെ വരും. ഈ ചുമയും കൂടെ വന്നു കഴിഞ്ഞാണ് ഇത് പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ ഞാനിവിടെ പനി മാറാതെ 2 ദിവസം കണ്ടിന്യൂസ് 100ന് മീതെ പനി പോയപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണിക്കാൻ വന്നത്. പിള്ളേരെ കുട്ടികളെ ഡോക്ടറെ കാണിച്ച് ഇവിടെ വന്ന ഉടനെ അവർ പനിയും നോക്കി, പ്ലസ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് കുറവുണ്ട് ആയപ്പോൾ ഇവിടെ അഡ്മിറ്റാക്കി. ആൻറ്റി വൈറൽ മരുന്നുകളും ചുമയ്ക്കുള്ള മരുന്നുകളും ഒക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. എന്നുവെച്ചാൽ ഫുഡ് ഒട്ടും നമുക്ക് കഴിക്കാൻ പറ്റില്ല. വായിക്ക് അത്രയും ടേസ്റ്റ് കുറവായിരിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് ഇവർ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങുന്നത്. ഇവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, വായിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. വലിയവർക്കും അങ്ങനെ തന്നെയായിരിക്കും. പിറ്റേ ദിവസം ഒരു സ്വാബ് ടെസ്റ്റും കൂടെ ചെയ്തായിരുന്നു. അങ്ങനെയാണത് ഇൻഫ്ലുവൻസ എ പോസിറ്റീവ് ആണെന്നുള്ള റിസൾട്ട് വന്നത്. ഈ പനി വന്നു കഴിഞ്ഞാൽ ഇവർ റെസ്റ്റ് എടുക്കാനാണ് പറയുക. പ്രോപ്പർ റെസ്റ്റും ഹെൽത്തി ഫുഡും ആണ് പറയുക. അപ്പം നിങ്ങളുടെ വീടുകളിൽ ആർക്കെങ്കിലും ഇതുപോലെ സിംറ്റംസ് ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് വല്ലവർക്കും അനുഭവപ്പെട്ടാൽ അടുത്ത ഹോസ്പിറ്റലിൽ പോവുക. പാനിക്കാവരുത്. ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക നന്നായിട്ട്. പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറയും. പാനിക്കാവരുത്. ഓക്കെ, താങ്ക് യു. അമല മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തത്. വളരെ നല്ല രീതിയിൽ തന്നെ ഡോക്ടേഴ്സും നഴ്സുമാരെല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. ഇതാ വളരെ ആക്റ്റീവായിട്ടുള്ള എൻ്റെ 2 മക്കളെ ഇവിടെ കാണാം.